ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 13 ഐറ്റംസ് ചേരുന്ന ഒരു കട്ട്ലേറ്റാണ്. നല്ല പോഷക ഗുണമുള്ള നല്ല കട്ട്ലേറ്റ്. അതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ മരച്ചീനി കപ്പയാണ്. അപ്പോൾ ഈ കപ്പയെ വെച്ച് കപ്പ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്കൊന്ന് ഉണ്ടാക്കുന്ന വിധം നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കുന്നത് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം. നമുക്കിതിനകത്ത് വേണ്ടത് കപ്പ പുഴുങ്ങിയത്, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചത്, പിന്നെ കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, മുരിങ്ങയില, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത്, പച്ചമുളക് അരിഞ്ഞത്, കുരുമുളക് ചതച്ചത്, പിന്നെ 2 മുട്ട, റസ്കിൻ്റെ പൊടി. ഇനിയും അത് എണ്ണ ചൂടാക്കിയതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ മിക്സ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ല മിക്സാക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഈ മിക്സിലേക്ക് നമ്മൾ കപ്പയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം. നല്ല ഗോതമ്പ് കുഴയ്ക്കുന്ന പോലെ നല്ല കുഴച്ച് നല്ല പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് അത് ഉരുട്ടി മുട്ടയുടെ വെള്ളയ്ക്കകത്ത് ഇട്ട് പിന്നെ റസ്ക് പൊടിയും കൂടെ പുരട്ടി അതിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുക്കുക. അത് എണ്ണ ചൂടായതിന് ശേഷം ആ തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് അത് മറിച്ചിട്ട് നമുക്കെടുക്കാം. കട്ട്ലേറ്റ് റെഡി. കട്ട്ലേറ്റും 4 മണിക്ക് ഒരു ചായയും കട്ട്ലേറ്റും. അപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയി കേട്ടോ. അപ്പം നമുക്ക് ഈ കട്ട്ലേറ്റ് ഒന്ന് തിന്ന് നോക്കാം. അപ്പോൾ വന്നാൽ നമുക്കൊരു കട്ട്ലേറ്റ് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കല്ല, എൻ്റെ ഭാര്യയാണ് ഇത് ചെയ്തത്. ഇന്ന് ഭാര്യയ്ക്ക് അവധി ആയതുകൊണ്ട് ഭാര്യയാണ് ഇത് വെച്ചേക്കുന്നത്. ഫുൾ ക്രെഡിറ്റ് ഭാര്യയ്ക്കാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം, നല്ലതാണെന്ന് നോക്കട്ടെ. അപ്പോൾ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഈ പച്ചക്കറിയൊന്നും കൂട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് വെച്ച് കൊടുത്താൽ നല്ല സൂപ്പറാണ്. അതുമാത്രമല്ല നല്ല പോഷക ഗുണമുള്ള സാധനങ്ങളാണ്. ഇത്രയും ചേർത്തത് മൊത്തം പോഷക ഗുണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ചെയ്ത് നോക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ നിങ്ങൾ തന്നെ. അപ്പം കടയിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ എന്ത് നല്ലതാണ്, നല്ല നമ്മളെ എണ്ണ ഉപയോഗിക്കുന്നു, സാധനങ്ങളെല്ലാം നല്ലതാണ്. അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരും വരെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.